എന്റെ മോളിച്ച് തെക്കും വടക്കും നടക്കണ എനിക്ക് ക്ലാസ് ഇല്ലെന്ന്. ഞാൻ പോണില്ല. അതെന്തേ? ജബിൽ ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന്. ഒറ്റക്കാട് പോയിരിക്കാന്ന് വയ്യ. അപ്പൊ ഇത്രയും കാലം ഓളുണ്ടായിട്ടേന്ന് ഓളിപ്പടുത്തല്ല വന്നേ. അത് വേ ഇത് റേ അന്ന് വെച്ചാൽ എനിക്ക് ഓളെ അറിയൂല, ഞാൻ കണ്ടിട്ട് പോലൂല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, പോളില്ലാതെ എനിക്ക് പറ്റൂല. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും സ്നേഹത്തിൻ്റെ വില മനസ്സിലാവില്ല. നിങ്ങളടുത്ത് ഇരുന്നാലേ ശരിയാവില്ല. ഞാൻ പോയിട്ട് TV കാണട്ടെ. ചെല്ല് ചെല്ല്. ഇത് വല്ലാത്തൊരു മടിച്ച് തന്നെ ഇത്. എൻ്റെ പോലെ തന്നെ. ഓ ആയിക്കോട്ടെ. ജബിൽ ഈ 2 ആഴ്ച ലീവാന്ന്. അപ്പൊ പിന്നെ ഞാനും അങ്ങോട്ട് ലീവ് എടുത്ത്. തോന്നി എടി പെണ്ണ, എന്നാ പിന്നെ എന്റെ നിക്കാൻ പോയി കടി. അതാവുമ്പോ എനിക്ക് 2 ആഴ്ച ക്ലാസ്സിനുണ്ടല്ലോ. എന്നിട്ട് വായിരിക്കണ കേക്കാന്ന് കണ്ടിട്ട് കാക്ക രാവിലെ. ഓ ആണ്ടല്ലേ, ശരി. എവിടെ പിതി മറവക്ക? ഞങ്ങളിതാ അവിടെ ഉണ്ട്. എന്തേ? അതെ, നമുക്ക് ആ പിള്ളേരൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ടേ? ഓനിക്കോ ഓൾക്കോ അങ്ങനെ പ്രത്യേകിച്ച് കുടുംബക്കാരൊന്നും ഇല്ലല്ലോ, ഒക്കെ നമ്മൾ തന്നെയല്ലേ. അത് ഞാൻ പറയാൻ നിക്കേന്ന് വിളിക്കണ കാര്യം. അപ്പൊ പിന്നെ നാളെ അങ്ങോട്ട് വിളിച്ചാലോ? ഇക്ക വാ ചായ കുടിക്കാന്. മാലിക്ക് ഇതാടാ ചായ. പുട്ടുണ്ടാക്കിക്കണേ, നന്നായി. അതെന്തേ ഇഷ്ടല്ലേ നിങ്ങക്ക്? എന്റെ ചെക്കൻക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? ഇക്ക 2 കഷ്ണം പുട്ടും കൂടെ ഇടട്ടെ? പിന്നെ ഇട്ടോടുക്ക്, 2 പുട്ടിന്റെ കുറവുണ്ട്. പോടെ പൊട്ടി. തിന്നോളി. തിന്നാളാ. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സുഖല്ലേ മോളെ? എനിക്ക് എനിക്ക് സുഖമൊക്കെ തന്നെ. നിങ്ങൾക്ക് സുഖല്ലേ? നിങ്ങൾ വല്ലതൊക്കെ തിന്നണുണ്ടാ? അപ്പം നിങ്ങൾ മാത്രമല്ല, അത് ഓർമ്മ വേണോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തിന്നണമുണ്ട്. പിന്നെ ഈ ഒരു കാര്യം പറയാൻ വിളിച്ചതാ. നാളെ നിങ്ങൾ 3 ആളും കൂടെ അങ്ങോട്ട് പോര്. എന്താ സൽക്കാരാ? അങ്ങനെയും പറയാ. അല്ല ഓരൊക്കെ എവിടെ? ഇതാ ചായ കുടിക്കണുണ്ട്. എന്നിട്ട് റോൻ എവിടെ? ക്ലാസ്സിനോയാ? എവിടെ പോണ്? ഇജ്ജ് 2 ആഴ്ച ലീവാന്ന് പറഞ്ഞിട്ട് ഇതാ ലീവ് എടുത്ത് കുത്തിരിക്കണ്. എനിക്ക് തോന്നി ഒളിഞ്ഞു പോവൂലെന്ന്. എന്നാ പിന്നെ മറക്കണ്ട, 3 ആളും കൂടെ നാളെ വരി. എന്നാ ശരിട്ടാ, ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ. എന്താ പറഞ്ഞേ? നാളെ നമ്മളോട് അങ്ങോട്ട് ചെല്ലാന്. നാളെ പോവാനില്ലേ? ശരിയാക്കി തരാ. എന്ത്? ഒന്നുമില്ല. അല്ല കാക്ക പുട്ട് തിന്നണില്ലേ? അങ്ങോട്ട് ഇളകിയിട്ടില്ലല്ലോ. ഞാൻ തിന്നണുണ്ട്. തിന്നാ മതി. മണ്ണൊക്കെ എന്തിന്റെ ചൊറിച്ചിലാടാ, ഒരു രസം. അതെ, ഒരു കാര്യം പറയട്ടെ, ഈ പുട്ട്. അല്ല എന്റെ പുട്ടിനെന്ത്? പുട്ട് രസല്ലേ? അതല്ല. പിന്നെ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എന്റെ കാക്കക്ക് ജന്മനാ പുട്ട് ഇഷ്ടല്ല. പിന്നെ എളുപ്പം അതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അതുണ്ടാക്കി കൊടുക്കല്. അപ്പൊ പിന്നെ ഇവിടെ ഫുൾ അടിയാണ്. എന്നിട്ട് ഓരിനോടൊന്നും പറഞ്ഞില്ലല്ലോ? അപ്പൊ ഇനി നാളെ മുതൽ പുട്ട് വേണ്ട. പറഞ്ഞാലല്ലേ നമ്മൾ അറിയുള്ളൂ. അതിനത് പറയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. ആയിക്കോട്ടെ, നാളെ മുതൽ ഉണ്ടാക്കണില്ല. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഓളപ്പുറത്തെങ്ങാനും കെട്ടിക്കൂ? എന്താ അങ്ങനെ ഒരു ചോദ്യം? അത് അല്ല, വെറുതെ ചോദിച്ചതാ. അങ്ങനല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ, പറ എന്താ? ഞാൻ വളച്ചിക്കെട്ടില്ലാതെ കാര്യം പറയാം. എനിക്ക് ഓളെ ഇഷ്ടായി. എനിക്ക് തോന്നിയത് എന്റെ കാക്ക പറഞ്ഞു നിന്നോട്. ഞാനോടൊരു സൂചന കൊടുത്ത്, പക്ഷെ ആ പൊട്ടത്തിക്കൊന്നും മനസ്സിലായില്ല. ഓളങ്ങനെ തന്നെ. ട്യൂബ്ലൈറ്റിനെക്കാളും സ്ലോ ആണ് കുട്ടി. ചില നേരത്ത് ഒന്നും അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ വരട്ടെ. വെറുതെ അല്ല അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഒരു പ്രസരിപ്പ് മുഖത്ത്. അങ്ങനൊന്നുമില്ല. നടക്കട്ടെ. എന്തെങ്കിലും വാങ്ങാണ്ട, ഞാൻ പുറത്തു പോണ്ട്. ഇപ്പൊ ഒന്നുമില്ലടാ വാങ്ങാന്. എന്നാ ശരി, ഞാൻ പുറത്തു പോയിട്ട് വരാം. ശരി എന്നാ. കാക്ക ഇവിടെ ഉണ്ടെന്ന് നോക്കിക്കോണേ. ആയിക്കോട്ടെ നോക്കിക്കോളാം. ഇപ്പൊ അനിയൻ ചെല്ലി. താത്താരെ, ഈ ഡ്രസ് രസണ്ടാ? ഞാൻ ഇട്ടാ മതിയോ? എന്റെ കുട്ടിക്ക് ഏതിട്ടാലും രസല്ലേ? ഓളതിന് ഇന്നലെ തൊട്ട് ഇവിടെ പൊലിവിലാണ്. നടക്കട്ടെ. അതൊരു കുത്തി വർത്താനോ? ഒന്നുമില്ല കുട്ടിയെ, വെറുതെ പറഞ്ഞാണ്. എന്റെ പൊന്നാരക്കാക്ക, അസൂയക്കാര് പലതും പറയും, പക്ഷെ നമ്മളെ ഒന്നും നോക്കരുത്. അസൂയേ? ഞങ്ങൾക്ക് എന്തിനാടി എന്നോട് അസൂയ? ഇതേപോലത്തെ ചുരിദാറില്ലഞ്ഞിട്ടല്ല അസൂയ, തരൂല ഞാൻ. ഭൂമിയിലുണ്ടോ വേറെ ആർക്കെങ്കിലും ഈ ചുരിദാറ്? ഒരൊറ്റ പീസേ ഉള്ളൂ. ഒന്ന് പോടി അവിടുന്ന്. അല്ല താത്ത, എവിടെ എന്റെ പെണ്ണ്? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നടി. എപ്പ മാറ്റിരിങ്ങി നിക്കണ്ടെന്നറിയ ഇവിടെ. നിങ്ങളുടെ വണ്ടിന്റെ സൗണ്ട് കേട്ടപ്പോ അതാ ഉള്ളിൽ ഓടിപ്പോയി. ഞാനൊന്ന് പോയി നോക്കട്ടെ. റോന ഡി, ഇതാരിത്? പുതിയെണ്ണോ?
ആ പുതിയ എന്തിയേ ഷെടാ അത് കുറച്ച് ഗ്ലാമർ കൂടിയോടി. ഞാൻ പണ്ടേ ഗ്ലാമർ അല്ല മോളെ. ഹോ മതി, ഞാൻ വെറുതെ പറഞ്ഞാണ്. അല്ല ഇതെന്തിനാ അങ്ങോട്ട് ഇങ്ങനെ നോക്കണ്? ഞാൻ അങ്ങോട്ടും നോക്കിയിട്ടില്ല. ഇജ്ജ് നോക്കി. അനക്കെന്താ കുട്ടി വെറുതെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണേ? നമ്മളെല്ലാം അറിയണുണ്ട് എന്തറിയണുണ്ടെന്ന്. കിടന്ന് ഇങ്ങനെ ഉരുളണ്ടട്ടാ, നമുക്ക് എല്ലാം മനസ്സിലായി. എന്നാ അങ്ങോട്ട് മനസ്സിലാക്കി കുറെ ഇല്ലേ പിന്നെ. എന്നിട്ട് എനിക്ക് സുഖല്ലേ? പറയുമ്പോൾ അവിടുത്തെ വിശേഷം. ഞമ്മക്കെന്ത് വിശേഷം? അനക്കല്ലേ ഇപ്പൊ വിശേഷം? എടീച്ച് കൊറേ നേരമായിട്ട് ഇങ്ങനെ കുത്തി 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 പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. പറയണുണ്ടെങ്കിൽ നേരക്ക് നേരം എന്നിട്ട് പറയടി. ആ ഞാൻ പറയും. എന്നാ പറയും. അന്റെ മാലിക്കിന്റെ കളിയൊക്കെ നമ്മൾ അറിയണുണ്ട്. മാലിക്കിന്റെ ഇന്ത്യയും കാര്യോ? ഇനി ഇവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചാലും മോന്ത പറ്റി കൊന്നിട്ട് തരും. എന്നോട് ആരാ പറഞ്ഞേ? എന്നോട് ആരെങ്കിലും പറയട്ടെ. സംഭവം ഉള്ളതന്നല്ലേ. അനക്കും അവനോടൊരു ചെറിയ ഇതുണ്ടല്ലോ, ചെറുതായിട്ട്. യാവലാക്കൂവ അപ്പൊ ഉണ്ടല്ലേ. ഞാൻ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയെന്ന്. പിടിക്കണ്ട ആളെന്നത് പിടിച്ചി പേടി. അങ്ങനല്ല, എനിക്ക് എന്തോ ഒരു എൻഡ് ഇട്ടാണ്. പക്ഷെ എനിക്കതൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നെ ഞാൻ കൊറേ ഇങ്ങനെ ആലോചിച്ചപ്പോ ചെറുതായിട്ടൊരു തോന്നല്. എന്താ തോന്നിയ കുട്ടിക്ക്? കേക്കട്ടെ. അതേ, ഓനക്ക് എന്നോട് മുഹബത്തുണ്ടോന്നൊരു ഡൗട്ട്. ചാരോടും പറയരുത് കേട്ടാ, മുഹബത്തൊന്നും ഇല്ലെങ്കിൽ നാറും ഞാന്. നടക്കട്ടെ. അല്ല ചെന്താ അറിഞ്ഞ അത് പറയും. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല കുട്ടി, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാ. അതൊന്നുമല്ല, എന്തോ ഉണ്ട്. എന്നോടോ എന്തേലും പറഞ്ഞോ? എന്നോടെന്ത് പറയണ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വെറുതെ ചോദിച്ചാ കുട്ടി. ഷോടാ, അപ്പൊ ഇത്രയും നേരം ഞാൻ കാത്തുന്നത് എന്തിനാ പിന്നെ? എന്ത്? ഞാൻ വിചാരിച്ചതേ ഓൻ എൻ്റെ അടുത്ത് ഒരു നമ്പർ തരുമെന്ന്, എനിക്ക് തരാൻ വേണ്ടിട്ട്. ചില്ലറ പൂതൊന്നല്ലോ കുട്ടി എനിക്ക്. എന്താണ്ട് ഉറുമ്പടിക്കണ്ട, കുറെ നേരമല്ല, എനിക്കെന്ത് ഇരിപ്പിട്ടണില്ലേ? അതല്ല, ഇതുവരെയായിട്ട് ഓളെ കണ്ടില്ലല്ലോ. എടാ വരുവോടാ, അതിന് നമ്മളിപ്പം ഇവിടെ വന്നിട്ടല്ലേ ഉള്ളൂ. ഒന്ന് ക്ഷമിക്കുന്ന മാലിക്കേ. ക്ഷമിക്കാം. എന്താണ് ഏട്ടനതിനെ കൂടെ സ്വകാര്യം പറയണേ? ഹേയ്, ഞങ്ങള് വെറുതെ അങ്ങനെ. അങ്ങോട്ട് നോക്ക്, ആ ചെക്ക ഓളെ നോക്കി. ഓന് മാത്രല്ല മറവ, ഓളും നോക്കണുണ്ട്. മിക്കവാറും നമ്മൾ വിചാരിച്ച റൂട്ടിനാണ് ഈ വണ്ടി പോണത്. അല്ല, ഇവളെ കെട്ടിക്കണോന്നില്ലേ? നല്ലൊരു കാര്യം നോക്കിട്ട് ഓളിയും കെട്ടിക്കണം. ഇങ്ങനെ നിർത്താൻ പറ്റൂലല്ലോ. പൊന്നു കാക്കാരെ, നല്ല കാര്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മുന്നിൽ തന്നെ നല്ല ആൾക്കാർ നിൽക്കുമ്പോ പിന്നെ നിങ്ങൾ എന്ത് വർത്താനായി പറയണേ? കുറച്ചും കൂടെ ഉറക്കെ പറയുകയാണെങ്കിലേ ഒരുക്കും കൂടെ കേക്കേന്ന്. അതും കേട്ട. അല്ല, എന്താ അന്വേഷണം? സംഭവം പോസിറ്റീവ് ആണ്. അനക്കിഷ്ടാന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതേതായാലും നന്നായി. എനിക്ക് ഇഷ്ടാന്ന് ഓളെ അറിയണ്ട. പക്ഷേ ഓൾക്ക് എന്നോട് എന്തോ ഒരു സാധനം ഉണ്ട്. അത് മതി, ധാരാളം മതി. ഞാൻ അതി പിടിച്ച് കേറിക്കോളാം. ചെല്ലി ജബ്ലി, ഓനെന്താടി എന്നോട് മുണ്ടാത്തെ? അന്ന് എന്തൊക്കെയായിരുന്നു? അതന്നല്ലേ. ഇപ്പൊ എനിക്ക് എന്നോട് മുണ്ടേണ്ട ആവശ്യം എന്താ? അന്നും പോസ്റ്റ് അല്ലായിരുന്നടി. അത് ശരി. അപ്പൊ പോസ്റ്റ് ആയതുകൊണ്ടാണ് എന്നോട് മുണ്ടിയെ. അനക്ക് ഓരോന്നും കുറിച്ച് അറിയാഞ്ഞിട്ടാ മോളെ. ഓരിങ്ങനെ ബളബളാന്ന് പറഞ്ഞ ടീമൊന്നല്ല. ഓരൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. ഓൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പട്ടി തെണ്ടിച്ചേറ്റ. കൊറേ സമയമായുള്ളത് ഇങ്ങനെ കുറുകണം. ആരോടാ റബ്ബേ? എടി, ഓനക്ക് ലവറൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടെന്നാ തോന്നണേ. ഉണ്ടാ? ആടി, ഇടക്കിടക്ക് കോള് വരും. ഞാൻ ഇന്നാള് പോയി നോക്കിയപ്പോ അനൂന്ന് കണ്ട്. അനൂന്നാണെങ്കിൽ ആണുങ്ങൾക്കും അനൂന്ന് പേരുണ്ടല്ലോ. അതല്ല പ്രശ്നം. അനൂന്ന് എഴുതിയിട്ട് അപ്പുറത്തൊരു ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനെന്താ അനക്ക്? ഒന്നുമില്ല. അപ്പൊ ഇന്നോടന്ന് പറഞ്ഞ ലവർ ഇല്ലാന്നാണല്ലോ. ആർക്കൊക്കെ എന്തൊക്കെയേ പറയണ്ട റോന. അതൊക്കെ ഇപ്പൊ വിശ്വസിച്ചടക്കുക. നല്ല കഥ. ആരാടാ കൊള്ളു? മറ്റാൾക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് കിട്ടണില്ല. എന്നെ തന്നെ നോക്കിയിരിക്കുക. മറ്റേത് ജലസ്. ശരിയാക്കി തരാം. അവിടെ കയ്യിൽ നിന്ന് കിട്ടണത് മേടിച്ചോ? ഹലോ, പറ മുത്തേ. മുത്തോ?
കാക്കൊരു ഉമ്മ തരൂ. ഹൈ, ഓ നല്ല മധുരമുള്ള ഉമ്മ. ഓൻ്റെ ഒരു മധുരമുള്ള ഉമ്മ. നിക്ക തരട്ടെ ഒരു ഉമ്മ. ഉമ്മ അടുത്ത് കിട്ടിയ ഇഷ്ടപ്പെട്ട വൃത്തിയാട്ടോ. അല്ലെങ്കിൽ ഇവനൊക്കെ എന്തിനാ എനിക്ക് ഭൂമിയിൽ വേറെ ചെക്കന്മാരില്ലാത്ത പോലെ വെറുതെ പുതിയ ചുരിദാറൊക്കെ എടുത്തിട്ട്. എന്തിനാ പഠിച്ചവനെ ഓനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിക്കണേ? എനിക്ക് ഓനെ കുറിച്ച് ഓർക്കുമ്പോ കരച്ചിലായാലും ഓനെ കുറ്റം പറയാൻ പറ്റില്ല. ഓനോട് ഒരിക്കൽ പോലും പറഞ്ഞില്ലല്ലോ എന്നെ ഇഷ്ടാന്ന്. ഞാനല്ല വെറുതെ ഓരോന്ന് കിനാവ് കാണാൻ പോയി. എപ്പോഴും ഓനെ ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഞാൻ ഒരിക്കലും ഓനെ ചെയ്ത് തിരിച്ചല്ലൂല. കാരണം ഓനിക്കിപ്പോൾ ലവറൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഞാൻ ചെന്ന് ശരിയാവില്ല. ഇതാരും അറിയണ്ട, അതാ നല്ലത്. ഞാൻ അവനെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. ഇതൊക്കെ എൻ്റെ വേറൊരു തോന്നല. പക്ഷെ എനിക്ക് ഓനെ മറക്കാൻ പറ്റണില്ല. ഇതുവരെ ഒരാളോട് പോലും മുഹബത്ത് തോന്നിയിട്ടില്ല. പിന്നെ ഇവനോട് മാത്രം എന്തിനാ ഇങ്ങനെ തോന്നി? ഇതാണോ മുഹബത്ത്? ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതാണോ മുഹബത്ത്? മതി, ഇവനെ കുറിച്ചൊന്നും ഓർക്കണ്ട. ഇങ്ങനൊന്നും ആയാൽ പോരാ. ഓന സ്ട്രോങ് ആവണം. ഇനി കാക്കാര് പറയണ ആളെ കെട്ടണം. അത് മാത്രമേ ചെയ്യാനുള്ളൂ. വൈകുന്നേരം അന്നൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. നീ ഇത് പറ്റൂലെന്ന് പറയരുത്, എന്തിനെങ്കിലും സമ്മതിക്കണം. ആ കാക്ക, എനിക്ക് സമ്മതാണ്. ഇങ്ങനെ പെണ്ണാണല്ലോ നിക്കണ്. എന്ത് കോലാറോനത്? ഒന്ന് പോയിട്ട് ഒരുങ്ങിട്ട് വന്നാ. ഇങ്ങനൊക്കെ മതി താത്ത. ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാ മതി. ഒന്ന് മുഖത്തേക്കൊക്കെ നോക്കിക്കാളട്ടാ. നീ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറയരുത്. ഇതെന്താ വേടി കൊണ്ട പന്നിന്റെ പോലെ നിക്കണ്? ഇവനെ കണ്ടിട്ടില്ലേ? ഇവനെന്താ ഇവിടെ? ഓനെന്നെ പെണ്ണ് കാണാൻ വന്നത്. കാക്കത് എന്തറിഞ്ഞിട്ടാ? ഇവനക്ക് ലവർ ഉണ്ട്. ഞങ്ങൾക്കല്ല, ആനക്ക ഓനെ കുറിച്ച് ഒന്നും അറിയാത്ത. ജബലി ഇജോ എന്റെ പൊന്നറോന. ഇജ ആദ്യ ശ്വാസം ഒന്ന് വിട്. ജബലി, ഇജും കൂടെ അറിഞ്ഞിട്ടാണോ അതൊക്കെ? ഞാൻ മാത്രല്ല, ഇവിടെ എല്ലാവർക്കും അറിയായിരുന്നു. എല്ലാരും കൂടെ എന്നെ നിക്ക് 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 എന്തൊക്കെ ഉണ്ടായെന്ന് എനിക്ക് അറിയണ്ടേ? അപ്പൊ പിന്നെ കാര്യങ്ങൾ എങ്ങനെ? അവിടെ പോയിട്ട് ചോദിക്കുകയാണോ അതോ വിളിച്ചു ചോദിക്കുകയാണോ? അങ്ങോട്ട് പോകുന്നു വേണ്ട, ഓളവിടെ ഉള്ളതാ. നമുക്ക് കോൾ ചെയ്തിട്ട് തന്നെ ചോദിക്കാം. ഓ അത് ശരിയാണല്ലോ, ഒരു ലീവ് എടുത്തിരിക്കുകയാണല്ലോ അല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോൾ തന്നെ ചെയ്യാം. അതാ നല്ലത്. എന്നാ വിളിക്ക്. കാക്ക പറയണേ. അതൊക്കെ ഞാൻ ഏറ്റ്. ഹലോ ഹലോ പറയടാ, ഞാൻ റംസാൻ. ആ മനസ്സിലായി. അതെ, ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. എങ്ങനെ ഇപ്പോൾ ചോദിക്കുക? ഇങ്ങോട്ട് താട്ടിക്കോ. ഹലോ, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ഞാനേ മാലിക്കാണ്. ആ പറയണ മോനെ. ഇക്കേ റോണനെ ഭയങ്കര ഇഷ്ടമാണ്. ഇക്കോളെ കല്യാണം കഴിച്ചു. ആ അങ്ങനെ വരട്ടെ. അപ്പം ഞങ്ങളൊക്കെ ഊഹം ശരിയാണ്. ഞങ്ങൾക്ക് ഇത് കുറച്ച് മുന്നേ തോന്നിയതാ. എന്താ മോനെ വിചാരിച്ചിന്ന്? ഇജ് ഓളെ തൊള്ള നോക്കിക്കണ്, ഞങ്ങൾ ആരും കണ്ടിട്ടില്ലാന്ന്. ഇജല്ലാത്തവരെല്ലാവരും ശ്രദ്ധിച്ചിക്കണായി. ആ എനിക്ക് ഓളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ കാക്ക പെട്ടെന്ന് വേണം. എന്താന്ന് വെച്ചാ ഞാനും ജബിലിയും കൂടെ ഓളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് തട, ബാക്കി ഞാൻ പറയാം. ഹലോ കാക്ക, അതെ ഞാനും ഇവനും കൂടെ ചെറുതായിട്ട് റോനെ ഒന്ന് പറ്റിച്ചിക്കണ്. ആ വെറുതെ അല്ല, എൻ്റെ കുട്ടി 2-3 ദിവസമായിട്ട് ഭയങ്കര സങ്കടത്തിലും അവിടെ. ആണോ? അപ്പൊ തന്നെ ഓള് ഭയങ്കര സാഡ് ചെയ്യുന്നു. ഞങ്ങൾ അറിഞ്ഞങ്ങാണ്ട് ചെയ്തല്ല, ജസ്റ്റ് ഒരു പ്രാങ്ക് അത്രേ വിചാരിച്ചോളൂ. നിങ്ങളുടെ ഒരു പ്രാങ്ക്? ആയിക്കോട്ടെ മക്കളെ.
പക്ഷെ എനിക്ക് ഓനെ മറക്കാൻ പറ്റുന്നില്ല. ഇതുവരെ ഒരാളോട് പോലും മുഹബത്ത് തോന്നിയിട്ടില്ല. പിന്നെ ഇവനോട് മാത്രം എന്തിനാ ഇങ്ങനെ തോന്നി? ഇതാണോ മുഹബത്ത്? ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതാണോ മുഹബത്ത്? കുട്ടിക്ക് മോനോട് ശരിക്കും മുഹബത്ത് ഉണ്ടായിരുന്നു. ഇക്ക, നിങ്ങളെ മുഖം എന്താ വാടിയിരിക്കണേ? എന്തിങ്ങക്ക്? മർവ, റോനക്ക് ആ മാലിക്കിനെ ശരിക്കും ഇഷ്ടം തന്നെയായിരുന്നു. ഓളതാ ഓനെ കുറിച്ച് പലതും പറഞ്ഞിരുന്നു ചേർന്ന്. അല്ല, ഞാനത് നിങ്ങളോട് പറയാൻ മറന്നിക്ക. ജബലിക്ക് വിളിച്ചിരുന്നു. ഓളും മാലിക്കും കൂടെ റോനനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാലിക്കിന് ലവറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓള് ഭയങ്കര സങ്കടത്തിലാണെന്ന്. പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ടോ? എന്താ ഇവിടെ പ്രാങ്കിന്റെ ഒക്കെ കഥ പറയണ്? അത് കക ജബിലി മാലിക്കും കൂടെ റോനനെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയിരുന്നു അല്ലേ? അതിങ്ങനെ കകറിയാ ആടാ ഇപ്പോ വിളിച്ചിരുന്നു. പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്താണെന്നും ഓളിഷ്ടാണെന്നും നാളെ വന്ന് പെണ്ണ് കണ്ടോട്ടെന്നൊക്കെ ചോദിച്ച്. അതൊക്കെ ഇപ്പൊ തടാ വിളിച്ച് ഫോൺ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഓളോട് പറയണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണം. നാളെ ഒരു വരുമ്പോ കണ്ടാ മതി. ആ പെണ്ണാണല്ലേ കാര്യം പറഞ്ഞിട്ട് കക്കൊണ്ട് ചെന്നാ മതി. അന്ന് ട്രൈ ചെയ്ത് നോക്കാം. നടക്കുമെന്ന് തമ്പുരാനറിയാം. ഫൈനലി നമ്മൾ ആഗ്രഹം പോലെ നടക്കാൻ പോവാണ് മറുപ. സത്യം താത്ത, അവള് വിളിച്ച് പറഞ്ഞപ്പോ തന്നെ ഞാൻ അതാ ഓർത്തത്. ഇപ്പൊ നാളെ ഓരെ കാണുമ്പോഴുള്ള റോണന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. നല്ല രസാവും. കിട്ടണ വാങ്ങിക്കും. ഓന്റെ റബ്ബേ, ഓന്റെ പല്ലും നഖയെങ്കിലും ബാക്കി വെച്ചാ മതിയായിരുന്നു. എടാ എന്റെ ഫസ്റ്റ് നൈറ്റ് കോളാവോ? സമയം 10-11 ആവാനായി. വരുന്നുണ്ടാളൂ. എന്താടാ ഇത്രയും തോന്നിയിരുന്ന് സംസാരിക്കണേ? ആർക്കറിയാം കാക്ക, മനുഷ്യൻ ഇവിടെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുക. കാക്ക എന്തേലും ഒന്ന് ചെയ്യേ. മിക്കവാറും ഞാൻ ഇടപെടേണ്ടി വരും. റൂമിൽ പോയിക്കോ, ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നിന്നെ കണ്ടിന്ന് എന്റുമ്മ പറഞ്ഞെന്ന്, നിലാവ് പോലിന്ന് നീ നല്ല പെണ്ണിന്ന്. നിന്നെ കണ്ടിന്ന് എന്റുമ്മ പറഞ്ഞെന്ന്, നിലാവ് പോലിന്ന് നീ നല്ല പെണ്ണിന്ന്. ഹിജാബ് കണ്ടെന്ന് ദൂരെ നിന്നൊന്ന്, കിനാവ് പോലിന്ന് എന്റുമ്മ പറഞ്ഞെന്ന്. കണ്ണ് കണ്ടെന്ന് കരിനീല കണ്ണിന്ന്, പൊന്നു പോലുടലാകെ മിന്നണിന്ന്. ഇതെന്താ പാട്ടൊക്കെ? ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ, ഒരു പാട്ടുമ്പോ അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഇഷ്ടായോ? ഇഷ്ടപ്പെട്ട്. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മളെ പരിപാടി കിടന്നാലോ? ഇങ്ങനെ നോക്കല്ലേക്ക. നാളെ വരുന്ന എന്റെ പെണ്ണിന് നാളെ വരുന്ന വേണ്ട, ഒന്നും വേണ്ട. പറ്റൂല റോണ, എനിക്ക് വേണ്ടെന്ന് മാത്രം പറയില്ല റോണ. എനിക്ക് പറ്റൂല ഇനി പിടിച്ചു നോക്കാൻ.
ചെറ്റതല്ല പെണ്ണെ. புதுவெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலாவுடன் நனைகின்றது